രേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് 27-ന് എമ്പുരാൻ റിലീസ് ചെയ്യാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി. അതിൻ്റെ ഹൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇതിലും വലിയൊരു ഹൈപ്പ് ഒരു സിനിമയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാര്യം അത്രയും ഭയങ്കരമായിട്ടുള്ള രീതിയിലുള്ള ഒരു ഹൈപ്പാണ് ആ സിനിമയ്ക്ക് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. പല പല കാര്യങ്ങളും കൊണ്ടും. കാര്യം ചിലയിടത്ത് അവധി കൊടുക്കുന്നു, ചിലർക്ക് ടിക്കറ്റ് എടുത്ത് സ്റ്റാഫിനെടുത്ത് ടിക്കറ്റ് എടുത്ത് കൊടുക്കുന്നു, ഇത്തരത്തിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ബുക്ക് മൈ ഷോയിൽ ഉണ്ടായിരുന്ന രാഗം തിയേറ്ററിൽ ബുക്ക് മൈ ഷോയിൽ തന്നെ ഹൗസ്ഫുള്ള് കാണിച്ചിട്ടും വെളുപ്പിന് 5 മണി മുതൽ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തിരക്ക് കൂട്ടുന്ന പ്രേക്ഷകൻ്റെ ഒരു വീഡിയോ, അത്തരത്തിലുള്ള ഗേറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്രേക്ഷകരിൽ പല ആൾക്കാർ, അത് തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആൾക്കാരിൽ ഓടിപ്പോയി പലരും വീഴുന്ന വീഡിയോ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പാണ് സിനിമയ്ക്ക് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. കാര്യം എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ ആദ്യത്തെ ദിവസം ഏറ്റവും കൂടുതൽ കളക്ഷൻ ആ സിനിമയ്ക്ക് വരാൻ അത് സഹായിക്കുകയും ചെയ്യും, അത്തരത്തിലുള്ള കാര്യങ്ങൾ. പക്ഷേ അപ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ 1-2 ഷോയോടുകൂടിയാണ് ഒരു സിനിമയുടെ ഒരു വിധി തന്നെ തീരുമാനിക്കുന്നത് അല്ലെങ്കിൽ നിർണ്ണയിക്കുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ അവിടെയും എമ്പുരാൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 അല്ലെങ്കിൽ 3 ദിവസത്തേക്കുള്ള ടിക്കറ്റുകൾ പലയിടത്തും വിറ്റുപോയിട്ടുണ്ട്. പ്രത്യേകിച്ച് 27-ാം തീയതി ഞാൻ നോക്കുമ്പോൾ നമ്മുടെ അടുത്തുള്ള തിയേറ്ററുകളിലെല്ലാം ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയിട്ടുണ്ട്. 28-ാം തീയതി തൊട്ടടുത്ത ദിവസം 3 തിയേറ്ററുകളിൽ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഒരു തിയേറ്ററിൽ ഏതാണ്ട് ഫുള്ളായി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയും എനിക്ക് 1-2 തിയേറ്റർ ബാക്കിയുള്ളൂ. അതും ഇന്നോ നാളെയൊക്കെ കൊണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ അത് ഫുള്ളാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലുള്ള ഹൈപ്പ് സൃഷ്ടിക്കുന്നത് കൊണ്ടും വലിയ രീതിയിലുള്ള റിസർവേഷൻ നടക്കുന്നത് കൊണ്ടും സ്വാഭാവികമായിട്ടും ആ സിനിമയ്ക്ക് ചിലപ്പോൾ ഒരു തരത്തിലുള്ള മോശം അഭിപ്രായം വന്നാൽ പോലും ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാരും ടിക്കറ്റ് റിസർവേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള യാതൊരുവിധ സാധ്യതകളും ഇല്ലാത്തതുകൊണ്ട് ആദ്യത്തെ 1-2-3 ദിവസങ്ങളിൽ വളരെ വലിയ രീതിയിൽ ആ സിനിമ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്, വലിയൊരു കളക്ഷനിലൂടെ. ഒരു പക്ഷേ ചിലപ്പോൾ നമുക്കറിയാം, ഇപ്പം മലയാള സിനിമയുടെ ഒരു ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് കളക്ഷൻ എന്നൊക്കെ പറയുന്ന ആ റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകത്തക്ക രീതിയിലാണ് അതിൻ്റെ ഒരു മാർക്കറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒക്കെ. കാര്യം പൃഥ്വിരാജ് വളരെ ഗംഭീരമായിട്ടുള്ള രീതിയിൽ, പിന്നെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം പൃഥ്വിരാജ് തന്നെ പറയുന്ന കണക്ക് ഏതാണ്ട് 3 ഭാഗമായിട്ട് വരുന്ന ഈ സിനിമയ്ക്കകത്ത് ലാലേട്ടന് അധിക നേരമൊന്നുമില്ല. കാര്യം ഒന്നാമത്തെ ഭാഗത്തിനകത്ത് തന്നെ ഏതാണ്ട് 2 മണിക്കൂർ 57 മിനിറ്റ് ഉണ്ടായിരുന്ന സിനിമയ്ക്കകത്ത് ഏതാണ്ട് 40-41 മിനിറ്റ് മാത്രമേ ലാലേട്ടൻ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പൃഥ്വിരാജ് പറയുന്നത്. അത് സെക്കൻഡ് പാർട്ടിലും അല്ലെങ്കിൽ തേർഡ് പാർട്ടിലും ഒക്കെ ലാലേട്ടൻ്റെ ഒരു സാന്നിധ്യം അത്രയും പ്രതീക്ഷിച്ചാൽ മതി എന്ന് തന്നെയാണ് പൃഥ്വി സിനിമയെക്കുറിച്ച് പറയുന്നത്. ഒരു പക്ഷേ ചിലപ്പം സെക്കൻഡ് പാർട്ടിനകത്ത് ലാലേട്ടനെക്കാട്ടിലും കൂടുതൽ പൃഥ്വിരാജ് ആയിരിക്കും സ്ക്രീൻ പ്രസൻസ് ഉണ്ടാവാൻ സാധ്യത. കാര്യം പൃഥ്വിരാജിൻ്റെ ബാല്യകാലം അഭിനയിക്കുന്ന ഒരു കുട്ടിയുടെ കാര്യമൊക്കെ പറയുന്നത് കേട്ട്, കാര്യം കുട്ടിയുടെ പെർഫോമൻസിനെയൊക്കെ കുറിച്ച് പറയുന്നത് കേട്ട് സ്വാഭാവികമായിട്ട്. പക്ഷേ എന്നാലും നമുക്കറിയാം, ഇപ്പോൾ ലൂസിഫറിനകത്ത് ലാലേട്ടൻ ഒരു 40 മിനിറ്റേ ഉള്ളെങ്കിലും അതിപ്പോൾ ഈ പൃഥ്വിരാജിനെ പോലുള്ള ആൾക്കാർ പറയുമ്പോഴായിരിക്കും കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ലൂസിഫർ എന്ന് പറയുന്ന സിനിമ മുന്നോട്ട് കൊണ്ടുപോയത് ലാലേട്ടൻ തന്നെയാണ്. കാര്യം അതിനകത്ത് പൃഥ്വിരാജിനോ ടൊവിനോ തോമസിനോ കാര്യമായിട്ടുള്ള ഒരു പ്രാധാന്യമൊന്നും ഇല്ലായിരുന്നു, അവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും. പക്ഷേ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോഴത്തേക്ക് ലാലേട്ടൻ്റെ 40 മിനിറ്റ് ലാലേട്ടൻ്റെ പ്രേക്ഷകർ എങ്ങനെ സ്വീകരിക്കുമെന്നുള്ളതിനകത്ത് സംശയമുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ആ ഒരു കുറവ് അറിയാത്ത രീതിയിലായിരിക്കും പൃഥ്വി അത് കൈകാര്യം ചെയ്യുന്നത് തന്നെ. അപ്പോൾ എല്ലാം കൊണ്ടും വളരെ വലിയ രീതിയിലുള്ള ഒരു ഹൈപ്പാണ് സിനിമയ്ക്ക് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും മോശമായാലും അതിന് പെട്ടെന്നൊരു തരത്തിലുള്ള ദോഷവും ആ സിനിമയ്ക്ക് ബാധിക്കാതെയിരിക്കും. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയ ഹൈപ്പിലൊക്കെ വരുന്ന ഒരു സിനിമയാവുമ്പം പ്രേക്ഷകൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ, കാര്യം നമ്മൾ ഒരു ഹൈപ്പിലൂടെ കുറേ പ്രേക്ഷകരെ ആദ്യത്തെ ദിനങ്ങളിൽ തിയേറ്ററിൽ എത്തിക്കാനോ അല്ലെങ്കിൽ ബുക്ക് മൈ ഷോയിലുള്ള ടിക്കറ്റുകൾ ഫുള്ളാക്കി കാണിക്കാനോ ഒക്കെ മാത്രമേ സാധിക്കത്തുള്ളൂ. അതിനനുസരിച്ചുള്ള ഒരു നിലവാരം ആ സിനിമയ്ക്ക് ഇല്ല എങ്കിൽ ഇതേ പ്രേക്ഷകർ തന്നെ 1-2 ഷോയോടുകൂടി ആ സിനിമയുടെ വിധി എഴുതി കഴിഞ്ഞിരിക്കും. പക്ഷേ എന്നാലും ഞാൻ പറയുന്ന കണക്ക്, കാര്യം ഒരു സിനിമ വിജയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യം ഇനിയിപ്പം റിലീസിന് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. കാര്യം ഒരു സിനിമ വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ അധ്വാനമുണ്ട്. അവിടെ ഇപ്പം മമ്മൂക്കയോടോ ലാലേട്ടനോടോ ഉള്ള സ്നേഹവും കാര്യങ്ങളും ഒന്നുമല്ല. ഒരു പടത്തിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പടത്തിന് പണം മുടക്കുന്ന നിർമ്മാതാവ്, ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഇപ്പം പഴയ പോലൊക്കെ പോസ്റ്റർ ഒട്ടിക്കുന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള രീതിയിലുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ടുള്ള രീതിയിലില്ലെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ ജീവിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും നേട്ടത്തിനും ഇതും വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിനിമ തിയേറ്ററുകൾ നിലനിന്ന് പോകാൻ വേണ്ടിയിട്ട് എക്സിബിറ്റേഴ്സ് എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്ന കണക്ക് അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ അവർക്ക് തീർത്ത് പരിഹരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ ഇത്രയും വലിയ വിജയങ്ങൾ ഉണ്ടാവണം. അതുകൊണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ 27-ന് റിലീസ് ചെയ്യുന്ന സിനിമ ഒരു വലിയ തരത്തിലുള്ള ഈ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ സൃഷ്ടിച്ചിരിക്കുന്ന ഹൈപ്പിന് ഒത്ത് നിൽക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു വിജയത്തിലേക്ക് തന്നെ വരട്ടെ. അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. താങ്ക് യു.